നമസ്കാരം. ഇന്ന് നമ്മൾ കഴിവ് എന്ന ആശയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, കഴിവ്. ഇത് വെറുമൊരു വാക്ക് എന്നതിലുപരി ശരിയാണ്, ഒരു പ്രതിഭ അല്ലെങ്കിൽ ഒരു സ്കിൽ എന്നൊക്കെ നമ്മൾ സാധാരണ പറയും. പക്ഷേ കഴിവ് ഇവിടെ കുറച്ചുകൂടി വലിയൊരു കാര്യമാണ് പറയുന്നത്, അല്ലേ? തീർച്ചയായും. അതായത് പ്രശ്നങ്ങൾ കണ്ടെത്തുക, നമ്മുടെ കഴിവ് ഉപയോഗിച്ച് അത് പരിഹരിക്കുക, എന്നിട്ട് ആ കിട്ടുന്ന അറിവ്, അനുഭവം അത് സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കുക. അതാണ് ലക്ഷ്യം. കൃത്യമായി. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ആഴത്തിലുള്ള സംസാരം ഈ കഴിവ് എന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ്. പ്രത്യേകിച്ചും അതിന്റെ ഒരു കാഴ്ചപ്പാട് യോഗ ജീവിതത്തിന്റെ എ മുതൽ സെഡ് വരെയാണ്. അതെ, നമ്മളിന്ന് നോക്കുന്നത് കഴിവ് അക്കാദമിയുടെ ചില ആശയങ്ങളും അതിന്റെ തത്വങ്ങളെക്കുറിച്ചുള്ള രേഖകളുമൊക്കെയാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, രാജയോഗം, ഈ 4 പ്രധാന യോഗമാർഗങ്ങളുണ്ട്. ഇതിനെ കഴിവിന്റെ A to Z ചട്ടക്കൂടിലെ M for മാനേജ്മെന്റ് എന്ന ആ ഒരു ഒറ്റ അക്ഷരവുമായി എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് വേണ്ടി ലളിതമായി വിശദീകരിക്കുക. ഇതാണ് നമ്മൾ ശ്രമിക്കുന്നത്. ശരിയാണ്. അപ്പോ കഴിവിന്റെ ആ ഒരു ബേസിക് ഐഡിയ പറഞ്ഞാൽ AI പോലെയുള്ള പുതിയ ടെക്നോളജി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ ഉപയോഗിച്ച് അതിന് പരിഹാരങ്ങൾ കണ്ടെത്തുക. ഇന്നോവേറ്റീവ് ആയിട്ട് കിട്ടുന്ന അറിവ് സമൂഹത്തിന് വേണ്ടി പങ്കുവയ്ക്കുക. ഇതിനൊരു ചട്ടക്കൂടുണ്ട്. A to Z ഫ്രെയിംവർക്ക്, ആക്ഷൻ മുതൽ സീൽ വരെ. ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വഴികാട്ടി പോലെ. ഏകദേശം അതെ. അപ്പൊ ഈ ചട്ടക്കൂടും യോഗയും തമ്മിൽ എന്താ ബന്ധം? അതാണ് ചോദ്യം. അതെ, കാരണം യോഗ എന്ന് കേൾക്കുമ്പോ പലരും ഇപ്പോഴും വ്യായാമം എന്ന് മാത്രമാണ് ഓർക്കുന്നത്. ശരിയാണ്. പക്ഷേ ഇവിടെ കഴിവ് അതിനെ കാണുന്നത് കുറച്ചുകൂടി വിശാലമായിട്ടാണ്. രേഖകളിലൊക്കെ പറയുന്നത് യോഗ എന്നാൽ വെറും എക്സസൈസ് അല്ല, പിന്നെയോ അത് ജീവിതത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവരും, ഒരു ബാലൻസ്, ആത്മവിശ്വാസം, ആരോഗ്യം, മനസ്സമാധാനം, അങ്ങനെ മൊത്തത്തിൽ നമ്മളെ ബെറ്റർ ആക്കുന്ന ഒന്നാണ്. അപ്പോ ഈ തത്വങ്ങളെ കഴിവ് 4 പ്രധാന യോഗപാതകളിലൂടെ ഒന്നിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. 4 പാതകൾ ഏതൊക്കെയാണ്? ഭക്തിയോഗം, അത് നമ്മളെ സമൂഹമായിട്ട് കണക്ട് ചെയ്യും, ഒരു എനർജി തരും. പിന്നെ കർമ്മയോഗം, നിസ്വാർത്ഥ സേവനം. അതെ, ആ കിട്ടിയ ഊർജത്തെ പ്രവൃത്തിയിലേക്ക് മാറ്റുന്നു. പിന്നെ ജ്ഞാനയോഗം, അറിവ്, വിവേകം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള അറിവ്. അവസാനം രാജയോഗം, മനസ്സിനും ശരീരത്തിനുമുള്ള നിയന്ത്രണം. അതെ, എനർജി ഫ്ലോ, ബാലൻസ്, ആരോഗ്യം, ഇതിനൊക്കെ രാജയോഗം സഹായിക്കും. അപ്പോ ഇതെല്ലാം ചേർന്നൊരു ഹോളിസ്റ്റിക് ഗ്രോത്ത് ആണ് കഴിവ് ലക്ഷ്യം വെക്കുന്നത്. കൊള്ളാം. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രധാന വിഷയത്തിലേക്ക് വരാം. A to Zഡിലെ M ഫോർ മാനേജ്മെന്റ്. എന്താണ് ഈ മാനേജ്മെന്റ് കഴിവിന്റെ കാഴ്ചപ്പാടില്? അതൊരു ഇൻട്രസ്റ്റിംഗ് നിർവചനമാണ്. നമ്മൾ സാധാരണ കേൾക്കുന്ന ബിസിനസ് മാനേജ്മെന്റ് പോലെയല്ല ഇത്. കഴിവ് പറയുന്നത് മാനേജ്മെന്റ് എന്നത് നമ്മുടെ ശരീരം, മനസ്സ്, വികാരങ്ങൾ, പിന്നെ നമ്മുടെ ഊർജം, സമയം, ഇതിനെയെല്ലാം ഏറ്റവും നന്നായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലയാണ് എന്നാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ഒരു വെൽബീയിങ് കൂട്ടാൻ, സ്ട്രെസ് കുറയ്ക്കാൻ, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ, പിന്നെ ഏറ്റവും പ്രധാനമായി സമൂഹത്തിന് അർത്ഥവത്തായ എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാൻ. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? സ്വയം മനസ്സിലാക്കൽ, സെൽഫ് അവയർനെസ്, പിന്നെ ആവശ്യമുള്ള കഴിവുകൾ നേടൽ, മാസ്റ്ററി. അപ്പോ ഈ മാനേജ്മെന്റ് എന്ന വാക്കിന് ഒരു അക്രോണിം പോലെ വിശദീകരണം കൊടുക്കുന്നുണ്ടല്ലോ. M എന്താണ്, A എന്താണ് എന്നൊക്കെ. ഉണ്ട്. അതൊരു 10 ഘടകങ്ങളുള്ള ഒരു ഫ്രെയിംവർക്കാണ്. അതിൽ പ്രധാനപ്പെട്ട ചിലത് പറയാം. M എന്നാൽ മൈൻഡ്ഫുൾനെസ്, ഉയർന്ന ജാഗ്രത. അതെ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധയോടെ ഇരിക്കുക. A ഹൊച്ച് എവർനെസ്, നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ്. പിന്നെ ഒരു A ഉണ്ട്, അലൈൻമെന്റ്, നമ്മുടെ ഊർജത്തെ ലക്ഷ്യങ്ങളുമായി ചേർത്തു നിർത്തുക. G എന്നാൽ ഗോൾസ്, വ്യക്തമായ ലക്ഷ്യങ്ങൾ. E ഇക്വിലിബ്രിയം, അതായത് വികാരങ്ങളെയും ചിന്തകളെയും ഒരു ബാലൻസിൽ നിർത്തുക. പിന്നെ M മാസ്റ്ററി, അതായത് പരിശ്രമത്തിലൂടെ കഴിവ് നേടുക. ഇതെല്ലാം ചേരുമ്പോഴാണ് നല്ലൊരു സെൽഫ് മാനേജ്മെന്റ് ഉണ്ടാവുന്നത്. ഇതിന് സഹായിക്കുന്ന ചില പ്രാക്ടിക്കൽ ടിപ്സ് ഉദാഹരണത്തിന്? തീർച്ചയായും. സ്ഥിരമായി സ്വയം പഠിക്കുക. ചിലപ്പോ ഒരു ഡയറി എഴുതുന്നത് പോലും ഇതിന് സഹായിക്കും. മൈൻഡ്ഫുൾനെസ്സിന്? അതിന് ദിവസവും ഒരു 10 മിനിറ്റ് ധ്യാനിക്കാം. നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻ ശ്രദ്ധിക്കുക, അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുക. ടൈം മാനേജ്മെന്റ്, ഗോൾ സെറ്റിംഗ് ഒക്കെ ഉണ്ടോ? പിന്നില്ലാതെ. സമയത്തെ നന്നായി ഉപയോഗിക്കുക, വ്യക്തമായ ലക്ഷ്യങ്ങൾ വെക്കുക, ഇതൊക്കെ പ്രധാനമാണ്. ശരി.
അപ്പോ ഈ മാനേജ്മെന്റ് തന്ത്രങ്ങളും നമ്മൾ ആദ്യം പറഞ്ഞ 4 യോഗകളും തമ്മിൽ എങ്ങനെയാണ് ബന്ധം വരുന്നത്? അതാണ് പ്രധാനം. അതെ, അവിടെയാണ് കണക്ഷൻ. ഈ പറയുന്ന ഫലപ്രദമായ മാനേജ്മെന്റ് ഉണ്ടല്ലോ, അത് ശരിക്കും രാജയോഗത്തിൽ പറയുന്ന അച്ചടക്കവും ശ്രദ്ധയും ഒക്കെ പോലെയാണ്. ശരിയാണ്. ഈ ഒരു സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിലേ നമ്മൾ നല്ല കർമ്മയോഗിയാവുകയുള്ളൂ. അതായത് നന്നായി പ്രവർത്തിക്കാൻ പറ്റൂ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള അറിവ് അത് വരുന്നത് ജ്ഞാനയോഗത്തിൽ നിന്നാണ്. ആത്മജ്ഞാനം, വിവേകം. ഭക്തിയോഗമോ? നമ്മുടെ ലക്ഷ്യങ്ങളോടുള്ള ഒരു ഡെഡിക്കേഷൻ, അതിനുള്ള ഒരു ഊർജം, അത് ഭക്തിയോഗത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് യോഗയുടെ ആഴത്തിലുള്ള തത്വങ്ങളെ നമ്മുടെ ഡെയിലി ലൈഫിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു ടൂളാണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന പ്രധാന കാര്യം ഇതാണ്: കഴിവ് അതിന്റെ A to Z ചട്ടക്കൂടിലൂടെ, പ്രത്യേകിച്ച് M for മാനേജ്മെന്റ് വഴി യോഗ തത്വങ്ങളെ ഒരു ആത്മീയ സാധനം മാത്രമായി കാണാതെ അതിനെ നമ്മുടെ കഴിവുകൾ ഫുള്ളായിട്ട് ഉപയോഗിക്കാനും ഒരു സംതൃപ്തമായ ജീവിതം നയിക്കാനും സഹായിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ലൈഫ് സ്റ്റൈലായിട്ട് അവതരിപ്പിക്കുന്നു. അതെ, ഇത് നിങ്ങൾക്ക് പ്രധാനമാവുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം അവസാനം നമ്മൾ നമ്മളെ തന്നെ നന്നായി മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് ഒരു തൃപ്തിയുള്ള ജീവിതം ഉണ്ടാവുന്നത്, അല്ലേ? തീർച്ചയായും. ഈ പഴയ തത്വങ്ങളെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. ഈ രേഖകളിൽ സ്ട്രെസ്സിനെ ഒരു ലക്ഷ്യബോധമാക്കി മാറ്റുന്നതിനെ കുറിച്ചും നമ്മുടെ വളർച്ചയെ മീനിംഗ്ഫുൾ ആയ കോൺട്രിബ്യൂഷൻസ് ആക്കുന്നതിനെ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഒരു ചോദ്യം: ഈ മാനേജ്മെന്റ് ഫ്രെയിം വർക്കിലെ ഏതെങ്കിലും ഒരു ഘടകം, ഇപ്പൊ മൈൻഡ്ഫുൾനെസ് ആകട്ടെ അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ് ആകട്ടെ, അത് നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങളുടെ ദിവസേനയുള്ള അനുഭവങ്ങളെ സമ്മർദ്ദത്തിൽ നിന്ന് ഒരു ലക്ഷ്യബോധത്തിലേക്ക് മാറ്റാൻ എങ്ങനെ സഹായിക്കും? ഇതൊന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. നല്ല ചോദ്യമാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നന്നായിരിക്കും.